മനോജ്, നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇത് റീവൈൽഡിന്റെ ആദ്യത്തെ വെബിനാറാണ്. ഇന്നത്തെ സെഷൻ ചെയ്യുന്നത് നവ്യാണ്. നവ്യ കോയമ്പത്തൂരുള്ള ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ റീജിയണൽ സെന്ററിൽ ഗവേഷണം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഓവർ ടു നവ്യ. നമസ്കാരം. ആദ്യം തന്നെ എല്ലാ റീവൈൽഡ് അംഗങ്ങൾക്കും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിനും സ്വാഗതം ആശംസിക്കുകയാണ്. സ്ക്രീൻ ഷെയർ ഒന്ന് ഓഫ് ചെയ്യാമോ? ഓഫ് ചെയ്യാം. അപ്പൊ ഇത് ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് മുതൽ മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കുറച്ചു നേരം ഡിസ്കഷനും കൂടി സമയം തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോലവനങ്ങളായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് നമ്മുടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പിന്നെ ക്ലാസ്സിന് ശേഷം ഞാൻ എൻ്റെ ഇമെയിൽ ID ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ആശയങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു തുടക്കം എന്നോണം ഈ ഒരു ക്ലാസ്സിനെ ഞാൻ കാണുകയാണ്. അപ്പൊ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. എന്റെ സ്ക്രീൻ കാണാനോ എല്ലാവർക്കും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കാണുന്നുണ്ട്, പ്രസന്റേഷൻ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ പ്രസന്റേഷൻ അല്ലേ? യെസ്, ഫുൾ സ്ക്രീൻ ആക്കിയോ? ഓക്കെ, ഫുൾ സ്ക്രീൻ ആയല്ലോ അല്ലേ? യെസ്. ഞാനൊരു വീഡിയോ ആണ് ആദ്യം പ്ലേ ചെയ്യുന്നത്. നമുക്കൊരു പാട്ടിൽ നിന്ന് തുടങ്ങാം. അപ്പൊ അതിന്റെ ഓഡിയോ കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് പറയണം. ഞാൻ രാവിലെ ഒന്ന് പ്രസന്റ് ചെയ്തപ്പോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ പാട്ട് കേൾക്കുന്നില്ലെങ്കിൽ പറയണം. പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നോ? ഹലോ? ഇല്ല, പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ച് മുമ്പ് വരെ ഓക്കെ ആയിരുന്നു. എന്തായാലും എന്താണ് ഇപ്പൊ വരാത്തതെന്ന് അറിയില്ല. ശരി, ഞാൻ ആ വീഡിയോ എന്റെ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് പ്രസന്റ് ചെയ്യാണ്. കാര്യം അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കണ്ണാന്തളിയും കാറ്റുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോദയിൽ, കണ്ണാന്തളിയും കാറ്റുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോദയിൽ പൊങ്ങിവാ പൊങ്ങിവാ പൊന്നാടി തൂമത്തും കോരിവാ നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ നീലപ്പൊന്മാൻ കുഞ്ഞുങ്ങളെ. പാട്ട് കേൾക്കാൻ സാധിച്ചില്ല എല്ലാവർക്കും? കേൾക്കാം, കേട്ടു. ഓക്കെ, അപ്പോ ഈ പാട്ടിൽ ഇപ്പൊ രണ്ട് പൂക്കളുടെ പേര് വെച്ചിട്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും. അപ്പൊ ഈ പാട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ രണ്ട് പൂക്കൾ, കണ്ണാന്തളി പൂവും കാട്ടുകുറിഞ്ഞി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ പൂവിനെ ഇതാണ് കാട്ടുകുറിഞ്ഞി എന്ന് പറഞ്ഞ് കാണിക്കാൻ സാധിക്കില്ല. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സ്ട്രോബൈലാന്തസ് കുന്തിയാനയാണ്. അപ്പൊ ആ ഒരു കുറിഞ്ഞി എന്ന് പറഞ്ഞ ആ ഒരു പൂക്കൾ ഉൾപ്പെടുന്ന ഒരു ജീനസ് ആണ് സ്ട്രോബൈലാന്തസ് എന്ന് പറയുന്നത്.
അപ്പൊ ആ ഒരു ജീനസിൽ പെടുന്ന നമ്മള് കാട്ടിൽ കാണുന്ന ഒരുപാട് കുറിഞ്ഞികളെ നമ്മൾ ചേർത്തിട്ട് കാട്ടുകുറിഞ്ഞി എന്നുള്ള ഒരു അംബ്രല്ല ടേമില് കണക്കാക്കാൻ പറ്റും. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ കാണുന്നതാണ് കണ്ണാന്തളി പൂവ്. എക്സാക്കം ടെട്രാഗോണം എന്ന് പറഞ്ഞ ശാസ്ത്രനാമമുള്ള ഒരു പൂവാണ് ഈ കണ്ണാന്തളി. അപ്പൊ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞും ഒക്കെ കണ്ണാടി നോക്കുന്ന ചോലകള് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഷോല ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ ചോല വനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചോലകൾ അല്ലെങ്കിൽ സ്ട്രീംലെറ്റ്സിലാണ്. അപ്പൊ കണ്ണാന്തലയും കാട്ടുകുറിഞ്ഞിയും ഒന്നും കണ്ണാടി നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് കണ്ണാടി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ചോലകള് ഞാൻ കണ്ടത് ഗ്രാസ് ലാൻഡ്സിലാണ്. അതായത് നമ്മുടെ ഈ ചോല വനങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പുൽമേടുകളിലാണ് ഇത്തരം ചോലകൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ഒരു വശത്ത് കാണുന്നതൊക്കെ കാട്ടുകുറിഞ്ഞികളാണ്. നമ്മുടെ സ്ട്രോബൈലാന്തസ് കുന്തിയാൻ അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സ്ട്രോബൈലാന്തസ് എന്ന് പറഞ്ഞ ജീനസിലാണ് പെടുന്നത്. അപ്പൊ എന്താണ് ചോലവനങ്ങൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലൗഡ് ഫോറസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലുള്ള പല പല രാജ്യങ്ങളിൽ ഒരു പ്രത്യേക തരം ക്ലൈമാറ്റിക് കണ്ടീഷൻ കാണിക്കുന്ന ഒരു വനതരമുണ്ട്. അതിനെ നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. ഈ ക്ലൗഡ് ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മേഘങ്ങൾ തൊട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഫോറസ്റ്റിനകത്തേക്ക് ഒരു കാടിനുള്ളിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ മേഘങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ മേഘങ്ങൾ നമ്മൾ തൊട്ട് നിൽക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് എൻഡ്, അതായത് നമ്മുടെ കേരളം തമിഴ്നാട് റീജിയൻസിലാണ് ഈ ഷോല ഫോറസ്റ്റുകൾ കാണുന്നത്. ഈ ഷോല ഫോറസ്റ്റും ഒരു തരത്തിലുള്ള ക്ലൗഡ് ഫോറസ്റ്റ് ആണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ക്ലൗഡ് ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ഷോല ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടൊന്നും ഇതുവരെ ഞാൻ വായിച്ചിട്ടുള്ള പേപ്പറുകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ കാണുന്ന ചോല വനങ്ങൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ് മറ്റ് ക്ലൗഡ് ഫോറസ്റ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോല ഫോറസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള സദേൺ മോസ്റ്റ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേരളം തമിഴ്നാട് പിന്നെ കർണാടക ബോർഡർ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ പറയുന്ന ഷോല ഫോറസ്റ്റുകൾ കാണുന്നത്. മെയിനായിട്ട് ഇത്തരം കാടുകൾ കാണുന്നത് നമ്മുടെ സമുദ്രനിരപ്പുണ്ടല്ലോ, നമ്മൾ സമുദ്രനിരപ്പിനെ 0 മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു 1500 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ്, അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന മലനിരകളിലും മലമടക്കുകളിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് പാച്ച് ആണ് ഷോല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ അവിടുത്തെ ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ആ ഏതൊക്കെ ചെടികളാണ് അവിടെ ഉള്ളത് നോക്കുകയാണെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റിലെ മരങ്ങളെയും ചെടികളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഷോലകളിൽ അവർ കാണപ്പെടുമ്പോൾ അവരുടെ രൂപവും ഭാവവും ഒക്കെ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിലും ആ ഭാഗങ്ങളിലൊക്കെ നടന്ന പല പഠനങ്ങളിലൂടെ ഈ ഷോല ഫോറസ്റ്റുകൾക്ക് സ്കൈ ഐലൻഡ് എന്നൊരു പേരും കൂടെ ഉണ്ട്. സ്കൈ ഐലൻഡ്, അത് ആകാശത്ത് കാണുന്ന ദ്വീപുകൾ. നമ്മൾ ഇടുക്കിയിലൊക്കെയുള്ള ഷോലാസിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാസ് ലാൻഡുകളെ നടുവില് പല പല ഐലൻഡുകൾ പോലെ പല പല പാച്ചസ് ആയിട്ട് ഈ ഷോല ഇങ്ങനെ സിറ്റുവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഷോല ഫോറസ്റ്റിന്റെ ക്ലൈമറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സൺലൈറ്റ്, അവിടുത്തെ സൂര്യപ്രകാശം വളരെ സ്കോച്ചിങ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഫീൽഡിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തെ ഫീൽഡിൽ പോവുകയാണെങ്കിൽ ഒരു സൺബേൺ എങ്കിലും കിട്ടും. അത്തരം ഒരു ഇന്റൻസ് ആയിട്ടുള്ള സൺലൈറ്റ്. അതുപോലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലേറെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ കിടന്നിട്ട് പോലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അതുപോലെ പകലാണെങ്കിൽ തന്നെ ഭയങ്കര വെയിലുണ്ടാകും. പിന്നെ സ്ലോപ്പുകൾ, വളരെ സ്റ്റീപ്പായിട്ട് സ്ലോപ്പുകൾ ഉണ്ടാകും. എപ്പോഴും വിൻഡ് ഉണ്ടാകും, നല്ല രീതിയിൽ വിൻഡ് ഉണ്ടാകും. അപ്പൊ നമുക്കൊരു ടെന്റ് കെട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്തുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന പല ചെടികളും ഈ ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസിൽ ഉരുത്തിരിഞ്ഞു വന്ന സ്പീസിയേഷൻ നടന്നു വന്ന പല ചെടികളും ലോകത്ത് മറ്റൊരിടത്തും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നിൽക്കുന്ന ചെടികളെ അല്ലെങ്കിൽ അവിടെ മാത്രം കാണപ്പെടുന്ന ചെടികളെ നമ്മൾ സ്ഥാനീയ സസ്യങ്ങൾ അല്ലെങ്കിൽ എൻഡമിക് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ പോയ ഒരു ഫീൽഡിൽ എടുത്ത വീഡിയോ ആണ്.
സമയം രാവിലെ 7:30 പക്ഷെ ആ 7:30 വെയില് നിങ്ങൾ നോക്കണം. നല്ല ഇന്റൻസ് ആയിട്ടുള്ള നമ്മുടെ നട്ടുച്ച വെയില് പോലുള്ള ഒരു വെയിലാണ് 7:30 തന്നെ ഉള്ളത്. പക്ഷെ എന്നാൽ ഈ വെയിലത്ത് എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വെയിലത്ത് നിന്ന് മാറിയിരുന്നാൽ നമുക്ക് അസഹനീയമായ തണുപ്പും അനുഭവപ്പെടും. അത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ് ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഈ എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ പാച്ചുകളാണെന്ന് പറഞ്ഞല്ലേ. ഈ പാച്ചുകൾ കാണപ്പെടുന്നത് മലമടക്കുകൾ അല്ലെങ്കിൽ മൗണ്ടൻ ഫോൾഡ്സിലും വാലീസിലുമാണ് ഈ പാച്ചുകൾ കാണുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഏരിയ എന്തായിരിക്കും? ഗ്രാസ് ലാൻഡ് ആയിരിക്കും. റോളിംഗ് ഗ്രാസ് ലാൻഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പുൽമേടുകളായിരിക്കും. ഇത് തന്നെ നമുക്കൊരു 1500 മേലെയാണ് ഷോല കാണുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ 1500 തുടങ്ങുന്ന റീജിയൻസിൽ നമുക്ക് കാണുന്നത് കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള പുല്ലുകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും ഈ പുല്ലുകളുടെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഷോല ഫോറസ്റ്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഹൗസ് ചെയ്യുന്ന ആ ഒരു ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേഷൻ, അവിടെയുള്ള ചെടികള്. ഈ ചെടികള് വളരെ കാലം മുമ്പ് ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ ഒരുപാട് ഏൻഷ്യന്റ് ആയിട്ട് ഫോസിൽ എക്കോസിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. വളരെ ഏൻഷ്യന്റ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന പല ഫ്ലോറിസ്റ്റിക് എലമെന്റ്സിനെ അല്ലെങ്കിൽ പല സസ്യങ്ങളും ഇപ്പോഴും അവിടെ കാണപ്പെടുന്നുണ്ട്. ആ പ്രിസ്റ്റീൻ ഫോമിൽ ഇപ്പോഴും അതിനെ കൊണ്ടുപോകുന്ന ഒരു യൂണീക്ക് എക്കോസിസ്റ്റം കൂടിയാണ് ഷോല എക്കോസിസ്റ്റം. ഇപ്പൊ കഴിഞ്ഞ ഒരു ഫീൽഡിൽ നമുക്ക് സിംഗ്ലോസ്റ്റെമോൺ കോമോസസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ്, ഈ കാണിച്ചിരിക്കുന്ന ചെടി സിംഗ്ലോസ്റ്റെമോൺ കോമോസസ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഈ ചെടി നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുകയുണ്ടായി. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒരു ചെടി കാണപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഈ സദേൺ വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സിൽ മാത്രമാണ് ഇത് ഇന്ത്യയിൽ കണ്ടത്. അപ്പൊ ഇന്ത്യയിൽ സിംഗ്ലോസ്റ്റെമോൺ കോമോസസ് കണ്ടു എന്ന് അറിഞ്ഞതിന് ശേഷം അതിന്റെ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയപ്പോൾ പിന്നെ ഇതിന്റെ ബന്ധുക്കൾ, അതായത് സിംഗ്ലോസ്റ്റെമോൺ കോമോസസ് അല്ല, അതിന്റെ സിംഗ്ലോസ്റ്റെമോൺ എന്ന ജീനസിൽ പെടുന്ന ഇതിന്റെ ബന്ധുക്കളായിട്ടുള്ള സസ്യങ്ങൾ പിന്നെ കാണുന്നത് മഡഗാസ്കർ, പിന്നെ സൗത്ത് ആഫ്രിക്ക, ട്രോപ്പിക്കൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഈ ഏരിയാസിൽ മാത്രമാണ് ഇതിന്റെ ഒരു മറ്റ് ബന്ധുക്കളെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതെന്തിനുള്ള തെളിവാണ്? നമ്മുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് പണ്ട് ഒരൊറ്റ ലാൻഡ് മാസ് ആയിരുന്നു, അതിനുശേഷം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴിയാണ് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള കോണ്ടിനെന്റ്സ് ഒക്കെ രൂപപ്പെട്ടത് എന്നുള്ള ഒരു തിയറി ഉണ്ടല്ലോ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ആ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് ആണ് ഈ സിംഗ്ലോസ്റ്റെമോൺ പോലെയുള്ള സസ്യങ്ങൾ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഈ ജീനസിന്റെ മറ്റു ബന്ധുക്കൾ നമുക്ക് കാണുന്നത് എവിടെയാണ്? ആഫ്രിക്ക, മഡഗാസ്കർ ഏരിയാസ് ആണ്. അപ്പം ഈ പറയുന്ന ലാൻഡ് മാസുകളൊക്കെ വന്നത് ഒരൊറ്റ ലാൻഡ് മാസിൽ നിന്നാണെന്നുള്ളതിന്റെ ഒരു തിയറിക്കുള്ള ഒരു എവിഡൻസ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ജങ്ക്ട് ആയിട്ടുള്ള സസ്യങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നദികളും എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിലുള്ള മിക്ക നദികളും അതുപോലെ നമ്മുടെ മിക്ക നദികളും അവരുടെ ഒരു ഒറിജിൻ എവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോലവനങ്ങളിലായിരിക്കും. നമ്മൾ ഒരു ചോലയിലേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോലയുടെ ഏറ്റവും അകത്തായിട്ട് അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും ഒരു ചെറിയ ചോല ഉണ്ടാവും. ഈ ഷോല ഫോറസ്റ്റ് അല്ലെങ്കിൽ ചോലവനങ്ങൾ എന്നുള്ള പേര് വന്നത് തന്നെ 2 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകളെ എപ്പോഴും ചെറിയ ചോലകൾ അല്ലെങ്കിൽ ചെറിയ നീരുറവകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഏത് ചോല എടുത്താലും അതിനുള്ളിലൂടെ ഒരു ചെറിയ നീരുറവ അല്ലെങ്കിൽ അരുവി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു ചോല അല്ലെങ്കിൽ ഷെയ്ഡ് ഈ ഗ്രാസ് ലാൻഡുകളിൽ പുൽമേടുകളിൽ ഒരു ഷെയ്ഡ് സൃഷ്ടിക്കുന്നുണ്ട്, ചോല ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് ചോലവനങ്ങൾ അല്ലെങ്കിൽ ഷോല ഫോറസ്റ്റ് എന്നൊരു പേര് വന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഏത് ഷോല എടുക്കുകയാണെങ്കിലും അവര് ഇത്തരത്തിലുള്ള ചെറിയ സ്ട്രീംലെറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. അത്തരത്തിലുള്ള സ്ട്രീംസ് പിന്നീട് ചേർന്ന് സ്ട്രീമുകളായി മാറി, ആ സ്ട്രീമുകൾ റിവുലെറ്റ്സ് ആയി മാറി, റിവേഴ്സ് ആയി മാറി നമ്മൾ ഈ കാണുന്ന പല നദികളുമായിട്ട് ഒഴുകുന്നു. അപ്പം ചോലകള് ഈ പറയുന്ന നദികളുടെയൊക്കെ അമ്മയാണ്, മദർ ഓഫ് റിവേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ചോലയിൽ കാണുന്ന ട്രീസ്, ഞാൻ പറഞ്ഞു എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്ന പല ചെടികളും പല മരങ്ങളും നമുക്ക് ഷോല ഫോറസ്റ്റിൽ കാണാൻ പറ്റും. പക്ഷെ ഷോലയിലേക്ക് അവർ വരുമ്പോൾ അവരുടെ രൂപവും ഭാവമൊക്കെ മാറിയിട്ടായിരിക്കും അവരെ കാണാന്നാണ് പറയുന്നത്.
അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോലയിൽ കാണുന്ന ട്രീസ് മിക്കപ്പോഴും ഹൈറ്റ് കുറഞ്ഞ ട്രീസ് ആയിരിക്കും. അതായത് നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിൽ നല്ല ഹൈറ്റിൽ കാണുന്ന പല ട്രീസും ഇവിടെ എത്തുമ്പോൾ ഒരു ബോൺസായി പോലത്തെ രൂപത്തിലായിരിക്കും കാണാം. അവരുടെ ഹൈറ്റ് മൊത്തത്തിൽ കുറവായിരിക്കും. അതുപോലെ അവരുടെ ആ ട്രങ്ക്, മെയിൻ ട്രങ്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. കാര്യം ഈ ഷോലയുടെ ക്ലൈമറ്റ് എക്സ്ട്രീം ആണെന്ന് പറഞ്ഞു. അപ്പൊ വിൻഡ് ഉണ്ടാകും, അതുപോലെ തന്നെ എക്സ്ട്രീം ഹീറ്റ് ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവര് ഹാർഡായിട്ടുള്ള വുഡ് ഉണ്ടാക്കും, സ്ട്രോങ് ആയിട്ടുള്ള തടിയായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇലകൾ ലെതറി ആയിരിക്കും, വെറുതെ പേപ്പർ പോലെ ആയിരിക്കില്ല, കുറച്ച് കട്ടിയുള്ള ഇലകളായിരിക്കും. പിന്നെ ആ ഇലകൾ റിക്കർവ്ഡ് ആയിരിക്കും. റിക്കർവ്ഡ് എന്താന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. റിക്കർവ്ഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും, ലെതറി ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. പിന്നെ ഈ കാണുന്ന മരങ്ങളൊക്കെ ബെയറായിട്ടല്ല നിൽക്കുന്നത്. എല്ലാ മരങ്ങളിലും കുറെ അധികം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ചിലപ്പോൾ മോസസ് ആയിരിക്കാം, ബ്രയോഫൈറ്റുകൾ ഉണ്ടാകും, ലൈക്കണുകൾ ഉണ്ടാകും, പിന്നെ ടെറിഡോഫൈറ്റുകൾ, ഓർക്കിഡുകൾ, അങ്ങനെ നിറയെ ആഭരണങ്ങൾ, സർവാഭരണ വിഭൂഷിതരായിട്ടായിരിക്കും ഈ മരങ്ങളെയൊക്കെ കാണുന്നത്. നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിലും കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളും തന്നെ ഇത്തരത്തില് അലങ്കരിച്ച ഒരു നിലയിലാണ് കാണപ്പെടുന്നത്. ലൈക്കണൊക്കെ നമുക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഷോലകളിലുള്ള എല്ലാ മരങ്ങളിലും ലൈക്കണും ടെറിഡോഫൈറ്റ്സ്, ഓർക്കിഡ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഈ ആദ്യത്തെ 2 റോയിൽ കാണുന്ന ഓർക്കിഡുകൾ നമുക്ക് പലതരം മരങ്ങളുടെ ചില്ലകളിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആണ് ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഈ താഴെ കാണിച്ചിട്ടുള്ള ഓർക്കിഡുകളൊക്കെ നമ്മൾ ഷോലയുടെ താഴ്ഭാഗം, അതായത് ഷോല ഫ്ലോർ എന്നാണ് പറയുക, ഷോലയുടെ അകത്തുള്ള ആ ഷെയ്ഡി ആയിട്ടുള്ള മണ്ണിൽ കാണുന്ന കുറച്ച് ഓർക്കിഡ്സിനെയാണ് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷോലയിലുള്ള മരങ്ങളുടെ ലീവ്സ് റിക്കർവ്ഡ് ലീവ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇങ്ങനെ അകത്തേക്ക് മടങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും ലീവ്സ് കാണുന്നത്. നമ്മളൊരു എവർഗ്രീൻ ഫോറസ്റ്റ് ചെല്ലുമ്പോൾ വിടർന്നിരിക്കുന്ന ലീഫ് കാണിക്കുന്ന അതേ മരങ്ങൾ തന്നെ ഷോലയിൽ എത്തുമ്പോഴേക്കും അവരുടെ ലീവ്സ് ഇതുപോലെ അകത്തേക്ക് മടങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇത് ആ വിൻഡിനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത്. ഇനി ഒരു ഷോലയുടെ സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഷോലയും ഗ്രാസ് ലാൻഡും ചേരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഷോല മാർജിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മാർജിനിൽ തുടങ്ങി അകത്തേക്ക് ഇങ്ങനെ പല പല സോൺസ് ആയിട്ട് ഡെൻസ് ആയിട്ട് കാണാം. പിന്നെ അതിന്റെ അകത്തൂടെ എന്തും ഉണ്ടാകും? ഒരു ചെറിയ അരുവിയോ ഒരു നീരുറവ കൂടി അതിന്റെ അകത്തൂടെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതാണ് ഒരു ഷോലയുടെ ജനറൽ സ്ട്രക്ചർ. പിന്നെ അവരെപ്പോഴും നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതല്ല, ഒരു പാച്ചി ആയിട്ട് പുൽമേട്ടില് ചെറിയ ചെറിയ പാച്ചുകളായിട്ടാണ് ഇവരെ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ സ്കൈ ഐലൻഡ്സ് എന്നും പറയുന്നത്. പിന്നെ നമ്മളൊരു വേനൽക്കാലത്തൊക്കെ പോവുകയാണെങ്കിൽ, ഈ ഫോട്ടോ ഞാൻ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ എടുത്തതാണ്. നമ്മളൊരു വേനൽക്കാലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. കളർഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നിറങ്ങൾ കാണാൻ പറ്റും. നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിനെ ഗ്രീൻ ആയിട്ടാണ് കാണുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇല പൊഴിഞ്ഞ് കാണാറില്ല. മിക്കപ്പോഴും ഡോമിനന്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ്. അതേസമയം നമ്മൾ ഷോലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലത്തിന് മുമ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറുകൾ, പല ഷെയ്ഡ്സ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ പറയുന്ന റെഡ്, പിങ്ക്, പിന്നെ ലൈറ്റ് ഗ്രീൻ, യെല്ലോ, അങ്ങനെ പല പല കളറുകളിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു രൂപത്തിലാണ് ഷോല അപ്പിയർ ചെയ്യുന്നത്. അതേസമയം മഴയൊക്കെ മാറി ജസ്റ്റ് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു ലുക്ക് ആയിരിക്കില്ല, വേറൊരു ലുക്ക് ആയിരിക്കും. അപ്പൊ പല പല സീസണിൽ പല കളർ ഗ്രഡേഷൻസ്, വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് ഷോല. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ കറുവപ്പട്ടയുടെ ഫാമിലി ഉണ്ടല്ലോ, ലോറേസി എന്ന് പറയും. ആ ഫാമിലിയിലൊക്കെയുള്ള മരങ്ങള് പുതിയ തളിരിലകൾ വരുമ്പോൾ ഇതുപോലെ ചുവന്ന ഇലകളായിരിക്കും. വേറെ ചില ഫാമിലീസ് ആയിരിക്കട്ടെ, പുതിയ ഇലകൾ വരുമ്പോൾ ലൈറ്റ് ഗ്രീന്, മഞ്ഞ നിറങ്ങളൊക്കെ ആയിരിക്കും. ചിലർ ബ്ലാക്ക് കാണിക്കുന്നവരുണ്ട്, വൈറ്റ് കാണിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആകപ്പാടെ ഒരു വർണ്ണ വിസ്മയം തന്നെയാണ് ഈ പറയുന്ന ഷോല ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ ചോലവനങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മുടെ ക്ലൈമാറ്റിക് എക്സ്ട്രീമിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ക്ലൈമാറ്റിക് എക്സ്ട്രീമിറ്റീസ് ഉള്ളത് കൊണ്ടും പിന്നെ ബാക്കിയുള്ള എവർഗ്രീൻ ഫോറസ്റ്റിൽ നിന്നും ഡെസിഡിയസ് ഫോറസ്റ്റിൽ നിന്നും അവരിൽ മാറി നിൽക്കുന്നത് കൊണ്ടും വളരെ പ്രിസ്റ്റീൻ ആയിട്ടുള്ള നമ്മുടെ ഏൻഷ്യന്റ് ഫ്ലോറ അല്ലെങ്കിൽ പഴയ കാലം തൊട്ടേ ഉള്ള ഫ്ലോറെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. അവര് വേറിട്ട് നിൽക്കുന്നു. ഈ മലമുകളിൽ ഒരു 1500 അപ്പോ പാച്ചുകളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടും അവിടെ തന്നെ രൂപം കൊണ്ടുവരുന്ന സ്പീസിയേഷൻ നടന്നു വരുന്ന സ്പീഷീസുകളുടെ
എണ്ണം കൂടുതലാണ്. അപ്പം എൻഡമിസം ഹൈ ആണെന്നാണ് പറയുന്നത്. ഈ എൻഡമിസം ഏതിന്റെ കാര്യത്തിലാണ്? ചെടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതിപ്പോ ഞാൻ മിക്ക ഷോല ഫോറസ്റ്റുകളിലും പോകുമ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ സാധ്യത, നിങ്ങൾ പോകുമ്പോൾ കാണാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരാണ് ഇത്. ഇൻട്രലാംബുള എന്ന് പറഞ്ഞൊരു ഒച്ചുണ്ട്, ഇൻട്രലാംബുള. ഇത് വെസ്റ്റേൺ ഗാർഡ്സിന് എൻഡമിക് ആണ്. വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. ഇവരെ നമുക്ക് ചോലവനങ്ങൾക്കുള്ളിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ സ്പീസിയേഷൻ നടന്നത്, ഇവര് ഉരുത്തിരിഞ്ഞു വന്നത് തന്നെ ഈ പറയുന്ന ഷോല ഫോറസ്റ്റുകൾക്കുള്ളിലായിരിക്കണം. പിന്നെ ഉള്ളത് ഷോലക്കിളികൾ. നീലഗിരി ബ്ലൂ റോബിൻ എന്നാണ് പറയുന്നത്, ഷോലിക്കോള മേജർ. ഈ ഷോലക്കിളികൾ നമ്മുടെ നീലഗിരി ഹിൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു എൻഡമിക് ബേർഡാണ്. അതുപോലെ നമ്മുടെ മലബാർ പിറ്റ് വൈപ്പേഴ്സ്, ഇത് എവർഗ്രീൻ ഫോറസ്റ്റിലും കാണാം. അതുപോലെ തന്നെ ഷോല ഫോറസ്റ്റിലും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന, അല്ലെങ്കിൽ എന്റെ ഒരു ഫീൽഡ് അനുഭവത്തിൽ ഞാൻ കൂടുതലായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു പാമ്പ്, ഒരു സ്നേക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന മലബാർ പിറ്റ് വൈപ്പർ ആണ്. അപ്പൊ ഇത്തരത്തില് ഹൈ ലെവൽ ഓഫ് എൻഡമിസം കാണിക്കുന്ന ഒരു എക്കോസിസ്റ്റം കൂടിയാണ് നമ്മുടെ ഷോല ഫോറസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇവരെ നമുക്ക് ഒരു ഫോസിൽ എക്കോസിസ്റ്റം എന്നതിലുപരി കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വോംസ് ഓഫ് എവല്യൂഷൻ എന്നാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഗർഭപാത്രമാണ്, എവല്യൂഷന്റെ ഒരു അല്ലെങ്കിൽ സ്പീസിയേഷന്റെ ഒരു ഗർഭപാത്രമാണ്. ഇനിയും ഐഡന്റിഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് സസ്യങ്ങൾ ഇപ്പോഴും ഉള്ള, അതിനെയൊക്കെ ഹൗസ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം കൂടിയാണ് ഷോല ഫോറസ്റ്റ്. അപ്പം വീണ്ടും കൂടുതൽ എക്സ്പ്ലോറേഷൻസ് ആവശ്യമുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഷോല. ഇതിപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞു, കുറിഞ്ഞിയുടെ കാര്യം പറഞ്ഞു അല്ലെ, നീലക്കുറിഞ്ഞി ഒരു ഇടുക്കിയിലൊക്കെ ഉള്ള ഷോല ഫോറസ്റ്റുകളും ഗ്രാസ് ലാൻഡിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻഡമിക് പ്ലാന്റ് ആണ് നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ സ്ട്രോബൈലാന്തസ് കുന്തിയാണ്. നീലക്കുറിഞ്ഞി നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഫോട്ടോ, ഇത് ഞാനടുത്ത ഫോട്ടോ അല്ല, നെറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പൊ ഈ നീലക്കുറിഞ്ഞികൾ പോലുള്ള ഒരുപാട് എൻഡമിക് പ്ലാന്റ്സ് നമുക്ക് ഷോല ഫോറസ്റ്റില് അല്ലെങ്കിൽ ഷോല അസോസിയേറ്റഡ് ഗ്രാസ് ലാൻഡ്സിൽ കാണാൻ സാധിക്കും. നമുക്ക് ഷോലകളിലേക്ക് പോകുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് കാണുന്ന കുറച്ച് ചെടികളെ പരിചയപ്പെടാം. ഇത് റോഡോഡെൻഡ്രോൺ ആർബോറിയം എന്ന് പറയും. ഈ റോഡോഡെൻഡ്രോന്റെ മറ്റ് ബന്ധുക്കള്, ഇത് സബ് സ്പീഷീസ് നീലഗിരിക്കമാണ്, അതായത് നീലഗിരി ഹിൽസിലാണ് ഇവരുള്ളത്. ഈ റോഡോഡെൻഡ്രോന്റെ മറ്റ് ബന്ധുക്കളെ കാണപ്പെടുന്നത് നമ്മുടെ ഹിമാലയൻ റീജിയൻസിലാണ്. ഇത് നമ്മൾ നീലഗിരീസിലുള്ള ഷോലകളിലേക്ക് കയറുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്ന ഗ്രാസ് ലാൻഡ്സിൽ ഒറ്റപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഷോലകളുടെ അകത്തമായിട്ട് ധാരാളം റോഡോഡെൻഡ്രോൺ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സൈസീജിയം ലീറ്റം. സൈസീജിയം ലീറ്റം നമുക്ക് ഒരുപാട് ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്കൊന്നും പോകണ്ട, ഒരു 1000 ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ചോലകളുടെ അകത്ത് കാണാൻ പറ്റുന്ന ഒരു മരമാണ് സൈസീജിയം ലീറ്റം. സൈസീജിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാമ്പക്കയുടെ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ് സൈസീജിയം. പിന്നെ റോഡോമിറിട്ടസ് ടൊമെന്റോസ, ഇതിന്റെ കായ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും, എഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. പിന്നെ വരുന്ന ഇലയോകാർപ്പസ് മൺറോയി. ഇലയോകാർപ്പസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രുദ്രാക്ഷത്തിന്റെ ഫാമിലിയാണ്. രുദ്രാക്ഷം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ രുദ്രാക്ഷത്തിന്റെ ഫാമിലിയിൽ വരുന്ന മരങ്ങളാണ് എലിയോകാർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ എലിയോകാർപ്പസിന്റെ തന്നെ എലിയോകാർപ്പേസി എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഇവർ ഉൾക്കൊള്ളുന്നത്. എലിയോകാർപ്പസിന്റെ ഒരുപാട് സ്പീഷീസുകളെ നമുക്ക് ഷോല ഫോറസ്റ്റിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ചുമന്ന കളറിലെ ഇല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കറുവപ്പട്ടയുടെ ഒക്കെ ഫാമിലിയിലുള്ള ചെടികളില് തളിരിലകൾക്കാണ് ചുവന്ന നിറമെങ്കിൽ ഈ എലിയോകാർപ്പേസിയ ഫാമിലിയിലുള്ള ചെടികളുടെ പ്രായമായ ഇലകൾ, കൊഴിയുന്നതിന് മുമ്പുള്ള ഇലകൾക്ക് ഇതുപോലെ ചുവന്ന നിറം കാണാറുണ്ട്. അപ്പൊ ഇതും ഈ ഷോലയ്ക്ക് ഒരു കളർ കൊടുക്കുന്നതിന്, മുമ്പേ പറഞ്ഞ കളർഫുൾ ഫോറസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റാൻ ഈ എലിയോകാർപ്പേസിയ ഫാമിലിയിലുള്ള ചെടികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഷോലയിൽ കാണുന്ന ഒരു ക്ലൈംബർ ആണ്, ഒരു വള്ളിച്ചെടിയാണ്. ഭയങ്കര ഭംഗിയാണ്, നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. തുൻബർജിയ മൈസൂരൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഗാർഡൻ പ്ലാന്റ് ആണ്, വേണമെങ്കിൽ ഗാർഡനിൽ വളർത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ഭംഗിയും എടുപ്പും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ഗാർഡൻ മെമ്പർ ആണ് ഇത്.
പിന്നെ തുൻബർജിയ ഫ്രാഗ്രൻസ്, അതേ ഫാമിലിയിൽ തന്നെ തുൻബർജിയ, അതേ ജീനസിൽ തന്നെ വരുന്ന ഒരു മെമ്പറാണ് തുൻബർജിയ ഫ്രാഗ്രൻസ്. ഇതും ഒരു വള്ളിച്ചെടിയായിട്ട് വളരുന്ന ചെടിയാണ്. ബാർലേറിയ ഇൻവലുക്രേറ്റ, ഇത് നമ്മുടെ കുറിഞ്ഞിയുടെ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ്. സദേൺ വെസ്റ്റേൺ ഗാർഡ്സിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഹൈപ്പറിക്കം ഹുക്കറിയാനം, ഇതും ഷോലയുടെ മാർജിനുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. മെമീസിലോൺ സിസ്പാരൻസ്, അപ്പൊ ഈ ഒരു പേരില് സിസ്പാരൻസ് എന്നുണ്ടല്ലേ. അപ്പൊ സിസ്പാരൻസ് എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സിസ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത്. അവിടെ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഇതൊരു എൻഡമിക് പ്ലാന്റ് ആണ്. ആ പർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു കണ്ടീഷനിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പൊ അതിന്റെ പേര് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. അവിടെ നിന്ന് അതിനെ ഡിസ്കവർ ചെയ്തിട്ട് അതിന്റെ പേര് സിസ്പാരൻസ് എന്ന് അതിന്റെ സ്പീഷീസ് നെയിം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കായാമ്പൂവിന്റെ വെറൈറ്റി ആണ് ഇത്, മെമീസിലോൺ സിസ്പാരൻസ്. ഹെപ്റ്റാപ്ലൂറം ബോർഡിലോണി, ഈ ഒരു ചെടി ഞാൻ കാണുന്നത് അഗസ്ത്യമലയിലാണ്. ഇത് എൻഡമിക് ടു അഗസ്ത്യമലയാണ്. അതായത് അഗസ്ത്യമലയിലുള്ള ആ ഷോലാസിൽ മാത്രം കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഹെപ്റ്റാപ്ലൂറം ബോർഡിലോണി. ബലാനഫോറ ഫംഗോസ, ഈ ബലാനഫോറ ഫംഗോസ എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഷോലയുടെ അടിത്തട്ടിലുള്ള ആ മണ്ണില് ആ ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഫ്ലോറിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിലിപ്പോ പൂക്കൾ ഇങ്ങനെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കാണാം. അല്ലാത്ത അവസ്ഥയിൽ ഇത് മൊത്തത്തിൽ മൂടിയിട്ട് ഒരു കൂണ് മുളച്ചു വരുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ബലാനഫോറ ഫംഗോസ എന്നൊരു പേരും കൂടെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അതിനുള്ളത്. അരിസിമ അഗസ്ത്യാന, ഇത് അഗസ്ത്യമലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ചേനയുടെ ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അരിസിമ അഗസ്ത്യാന. ഇനി നമ്മൾ ഷോല ഫോറസ്റ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഇത്രയധികം എൻഡമിസം സൂക്ഷിക്കുന്ന ഈ ഫോറസ്റ്റിന് ഏതൊക്കെ തരത്തിലുള്ള ത്രെറ്റ് ആണ് ഉള്ളത് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോ ഷോല ഫോറസ്റ്റുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയേഴ്സ്, പിന്നെ ഇൻവേസീവ് പ്ലാന്റ്സ്, നാച്ചുറൽ കലാമിറ്റീസ്, ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ്, ലൈഫ് സ്റ്റോക്ക് ഗ്രേസിംഗ്, അഗ്രികൾച്ചർ എക്സ്പാൻഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ഓരോന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാനായിട്ട് കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാര്യം ഇനി എന്തെന്നുള്ളൊരു ചോദ്യത്തിന്റെ പുറത്താണ് ഈ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം നിൽക്കുന്നത്. നമ്മളിപ്പോ വയനാട്ടിലുള്ള ലാൻഡ്സ്ലൈഡ് അടക്കം ഉള്ള പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഇത്തരം ഹാബിറ്റാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് നമ്മുടെ ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റിയാണ്. വയനാട്ടിലുള്ള ചൂരൽമലയ്ക്ക് അടുത്തുള്ള അരണമല, അട്ടമല തുടങ്ങിയ റീജിയൻസിലേക്ക് നമ്മൾ ഫീൽഡ് വിസിറ്റ് നടത്തിയപ്പോൾ മനസ്സിലായത് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത് ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ടൂറിസവും ഡെവലപ്മെന്റും വേണ്ടെന്നല്ല, പക്ഷെ അത് വളരെ പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായ രീതിയിലുള്ള ടൂറിസവും ഡെവലപ്മെന്റും ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നത് എന്നൊരു പോയിന്റ് പറയാനുണ്ട്. പിന്നെ അതിലൂടെയും അല്ലാതെയും നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഈ എക്കോസിസ്റ്റംസിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഗ്രേസിംഗ് നടക്കുമ്പോൾ ഫോറസ്റ്റിന്റെ എക്സ്പാൻഷൻ നിന്നു പോകുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, പോപ്പുലേഷൻ കൂടുമ്പോൾ അഗ്രികൾച്ചർ കൂടുന്നുണ്ട്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ ഇത്തരം എക്കോസിസ്റ്റംസിന് പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നിലവിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോല ഫോറസ്റ്റിലെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സിലാണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വളരെ വലിയൊരു ത്രെറ്റാണ്. ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ ത്രെറ്റാണ്. പിന്നെ പറയാനുള്ളത് ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഇൻവേസീവ് പ്ലാന്റ്സ്, അധിനിവേശ സസ്യങ്ങൾ. അധിനിവേശ സസ്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിലവിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഷോലയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി. അത് നമ്മുടെ ലൻഡാന കമാര ആയിക്കോട്ടെ, നമ്മുടെ കൊങ്ങിണിപ്പൂവ് ലൻഡാന കമാര ആയിക്കോട്ടെ, അതല്ല ക്രോമലിന ഓഡറട്ട, കമ്മ്യൂണിസ്റ്റ് വച്ച അജററ്റിന അഡിനോഫോറ, അങ്ങനെ ഒരുപാട് ധാരാളം ചെടികളുണ്ട് നിലവില് ഷോലയ്ക്ക് ഭീഷണിയായിട്ട്. അതിൽ തന്നെ ഗ്രാസ് ലാൻഡിൽ കൂടുതലായിട്ട് കാണുന്നത് ഒരു പ്ലാന്റ് ആണ് ടെറീഡിയം അക്വിലിനം എന്ന് പറഞ്ഞിട്ടൊരു ടെറിഡോഫൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇൻവേഷൻ കാരണം
നമ്മുടെ നേറ്റീവ് പ്ലാന്റ്സ്, ഞാൻ പറഞ്ഞു ഒരുപാട് എൻഡമിസം ഉള്ള ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നേറ്റീവ് പ്ലാന്റ്സിന്റെ എണ്ണം കുറഞ്ഞു പോകാനായിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുകയും അങ്ങനെ നേറ്റീവ് പ്ലാന്റ്സ് ആ കോമ്പറ്റീഷനിൽ തോറ്റു പോവുകയും ഇത്തരം അധിനിവേശ സസ്യങ്ങൾ ആ ഏരിയ മൊത്തത്തിൽ പിടിച്ചടക്കുകയും ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന എക്കോസിസ്റ്റം, ഈ ഷോല പോലുള്ള എക്കോസിസ്റ്റത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരുപാട് പ്ലാന്റ്സിന്റെ എക്സ്റ്റിങ്ഷൻ അവര് കംപ്ലീറ്റ്ലി തൂത്ത് കളയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ മുമ്പ് കാലിക്കറ്റിൽ പ്രസന്റ് ചെയ്ത ഏലിയൻ പ്ലാന്റ്സിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ചെയ്തിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. സമയമുണ്ടല്ലോ എന്തായാലും. ഇതിന്റെ മെത്തഡോളജിയാണ്. നമ്മൾ സൗത്ത് വയനാട്ടിൽ നടത്തിയ ഒരു പഠനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. പ്രധാനമായിട്ട് ഷോലയ്ക്ക് ഭീഷണിയായിട്ട് വരുന്ന ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സിൽ രണ്ടാന കമാര ഇതൊരു ഹൈ റിസ്ക് പ്ലാന്റ് ആണ്. ഹൈ റിസ്ക് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏരിയയിലേക്ക് പടർന്നു വന്നിട്ടുണ്ട്. അവിടെ ഉള്ള ബാക്കി എല്ലാ നേറ്റീവ് പ്ലാന്റ്സിന്റെ സർവനാശം കണ്ടാല് ഈ ഒരു ചെടി അവിടെ ആ രീതിയിലാണ് അതിന്റെ ഒരു വ്യാപനം. പിന്നെ കാണുന്ന അജെറിറ്റിന അഡിനോഫോറ, ഇതും ഒരു ഹൈ റിസ്ക് പ്ലാന്റ് ആണ്. അതായത് ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ കാണും. പിന്നെ ക്രോമലിന മോഡറേറ്റ, കമ്മ്യൂണിസ്റ്റ് പച്ച. പിന്നെ ഗ്രാസ് ലാൻഡിൽ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുന്നത് ടെറീഡിയം അക്വിലിനം, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഇത് പ്രധാനമായിട്ട് ഇതിങ്ങനെ വ്യാപിച്ചു വരുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഫയർ ആണ്. അതായത് ഒരു ഫോറസ്റ്റ് ഫയർ നടന്നു കഴിയുമ്പോൾ അവിടെയുള്ള ബാക്കി എല്ലാ ചെടികളും കരിഞ്ഞ് ഇല്ലാതാകുകയും ഇതിനിടയിൽ ഒരു ട്യൂബർ, ഒരു കിഴങ്ങ് പോലെ ഒരു റൈസോം ഉണ്ട്. ആ റൈസോമിൽ നിന്ന് ഇത് വളരെ പെട്ടെന്ന് വളർന്ന് അടുത്തൊരു മഴയിൽ തന്നെ വളരെ പെട്ടെന്ന് വളർന്നു വന്നിട്ട് ആ ഗ്രാസ് ലാൻഡ് മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നീട് അവിടെ ഉള്ള ഒരു ഗ്രാസ്, ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത രീതിയിൽ ഇവർ ആ ഏരിയ കവർ ചെയ്യുകയും ചെയ്യും. ഇതൊരു ഹൈ റിസ്ക് ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ് ആണ്. പിന്നെ പെഴ്സിക്കേരിയ ചൈനൻസിസ്, ഇത് മീഡിയം റിസ്കിലുള്ള ഒരു ഇൻവേസീവ് പ്ലാന്റ് ആണ്. ബ്രുക്മൻഷ്യ സുവോളൻസ്, ഈ ചെടികളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എവിടെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പണ്ട് ഓർണമെന്റൽ പൊട്ടൻഷ്യൽ ഒക്കെ കണ്ടിട്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പ്ലാന്റിനെയൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മുടെ നേറ്റീവ് എക്കോസിസ്റ്റത്തിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇവരൊക്കെ. സ്പാത്തോഡിയ കമ്പാനുലേറ്റ, മൈമോസ ഡിപ്ലോട്രൈക്ക, ബിഡൻ സ്പൈലോസ, മൈമോസ പ്യൂഡിക്ക. അപ്പൊ ഇത്തരത്തിലുള്ള പല പ്ലാന്റ്സ് നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ്സിന് നേരെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് അവരുടെ നാശത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചു നേരം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ബാക്കിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഈ സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. Hello.
പറഞ്ഞോളൂ. ഹായ്, എൻ്റെ പേര് ശിവാനി. സോ ഞാൻ ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നൈസായിട്ട് ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനകത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ചെടി കണ്ടപ്പോഴത്തേക്കും അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്, പിന്നെ തുമ്പർജിയുടെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ക്ലൈംബർ സ്പീഷീസ് പറഞ്ഞില്ലായിരുന്നോ? അത് നമ്മുടെ ചോല ഇതിന് നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ലൈക്ക് ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, ലൈക്ക് ഇൻ കേസ് ലൈക്ക് ചോല ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സോ ലൈക്ക് പുറത്ത് ലൈക്ക് ഇപ്പൊ നമ്മുടെ ഒരു ക്ലൈമറ്റിലേക്ക് ഇപ്പൊ ഞാനിപ്പോ എറണാകുളം ആ ഭാഗത്ത് താമസിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ നോർമലായിട്ട് ആ പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് എന്താ ഇൻവേസീവ് ആകാനാണോ ചാൻസ്? അത് എങ്ങനെയായിരിക്കും അപ്പൊ അത്? ഓക്കെ, നമ്മൾ കുറെ ഇൻവേസീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞ പ്ലാന്റ്സ് ആണെങ്കിലും അല്ലാതെ തന്നെ മൊത്തത്തിൽ ജനറലി കാണപ്പെടുന്ന പല ഇൻവേസീവ് സ്പീഷീസും നമ്മളെ മെക്സിക്കോ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അതിന്റെ ഓർണമെന്റൽ പൊട്ടൻഷ്യൽ കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പ്ലാന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെയോ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഈ പറഞ്ഞ ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ്. ഇനി അതല്ലാതെ നമ്മുടെ ചുറ്റും കാണുന്ന പല ചെടികളും, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണുന്ന പല ചെടികളും ഇൻവേസീവ് ആയിട്ട് മാറാറുണ്ട്. അപ്പം ഇൻവേസീവ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നേറ്റീവ് പ്ലാന്റ്സും ഇൻവേസീവ് ആയിട്ട് മാറാറുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ച തുൻബർജിയ മൈസൂരൻസ് പോലുള്ള പ്ലാന്റ്സ് എറണാകുളത്ത് കൊണ്ടുവന്ന് നടുകയാണെന്നുണ്ടെങ്കിൽ, എറണാകുളത്ത് തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ഉണ്ട്, ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ഉണ്ട്. ലോ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ നടുകയാണെങ്കിൽ അത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സത്യമാണ്. കാര്യം എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്ന അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എവർഗ്രീനിൽ കാണുന്ന ചെടികളെ നമുക്ക് കൊച്ചി സിറ്റിയിൽ കൊണ്ടുള്ള കാര്യമാണ്. അപ്പൊ പല പ്ലാന്റ്സും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സർവൈവ് ചെയ്യില്ല. സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നട്ടിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിനുശേഷം മാത്രം നമുക്ക് അതിനൊരു ഗാർഡൻ മെമ്പർ ആക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തുനിന്ന് മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്നേക്കാളും നല്ലത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള പ്ലാന്റ്സിനെ ഗാർഡനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേറ്റീവ് ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ മാത്രം വളരുന്ന ചെടികൾ ഇൻവേസീവ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് തുൻബർജിയ മൈസൂരൻസസ് ഒന്നും ഇൻവേസീവ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ മാത്രം ജീവിക്കുന്നതാണ്. ഇപ്പൊ ലണ്ടാന കമാര ആയിക്കോട്ടെ, ബാക്കി തിത്തോണി ആയിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ജനറലിസ്റ്റുകളാണ്. അവർക്ക് എത്ര ക്ലൈമാറ്റിക് എക്സ്ട്രീമിറ്റീസിനെയും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അവര് ബാക്കി എല്ലാവരെയും അടിച്ചു മാറ്റി ഇവര് തന്നെ അവിടെ അങ്ങ് പടർന്നു കയറുന്നത്. എൻഡമിക് പ്ലാന്റ്സിന് ഇൻവേസീവ് ആകാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാച്ചുറൽ പ്രഡേറ്റേഴ്സ്, ഈ പറയുന്ന ചെടികളെ കഴിക്കുന്ന ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ട്. ഒരു ചെടി ഇൻവേസീവ് ആകുന്നത് അതിന്റെ നാച്ചുറൽ പ്രഡേറ്റേഴ്സ് അല്ലെങ്കിൽ എനിമീസ് ഇവിടെ ഇല്ലാതെ വരുമ്പോഴാണ്. നമ്മൾ പുറത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ നാച്ചുറൽ പ്രഡേറ്റേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൂടുതൽ ഇൻവേസീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചോദിച്ചതിന് കമന്റ് ബോക്സിൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. ഞാൻ ഗായത്രിയാണേ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പം എക്സിസ്റ്റിംഗ് ഒരു ഇൻവേസീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അതിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ? കംപ്ലീറ്റ്ലി നശിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാന്റിനെ, ഇൻവേസീവ് പ്ലാന്റിന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവരുടെ എൻഡമിക് ആയിട്ടുള്ള അവർ ഒറിജിനേറ്റ് ചെയ്ത് വന്ന ഒരു എക്കോസിസ്റ്റത്തിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ലണ്ടാന കമാര അവർ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു ഫീൽഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അവർ കവർ ചെയ്യുകയും അവിടെയുള്ള എൻഡമിക് പ്ലാന്റ്സിനെ ഒക്കെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ അവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക തന്നെ വേണം. അതിന് ആ ഏരിയയില്, കാര്യം ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ആ ഒരു ഫുഡ് ചെയിനിലോ ഒന്നും അവർക്ക് യാതൊരു റോളും ഇല്ല. അപ്പൊ അവരെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുക തന്നെ ചെയ്യണം. അതിനവരെ ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക തന്നെ വേണം.
ഓക്കെ, അതേപോലെ 2 ഇൻവേസീവ് സ്പീഷീസ് ഒരേ ലൊക്കാലിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി എത്രത്തോളമാണ്? അത് ചില ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൈ റിസ്ക് ലോ റിസ്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. അതിന് കുറച്ച് മെത്തഡോളജി ഉണ്ട് അതിന്. അതായത് അവരുടെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ്, അവരുടെ റീപ്രൊഡക്റ്റീവ് സക്സസ്, അവരുടെ സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസം, അത് വെച്ചിട്ടാണ് നമ്മൾ ഹൈ റിസ്ക് ലോ റിസ്ക് പറയുന്നത്. അപ്പൊ ഹൈ റിസ്കിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. എപ്പോഴും 2 ഇൻവേസീവ് സ്പീഷീസ് ഉണ്ടെങ്കിലും അതിൽ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ആൾ തന്നെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുള്ളൂ. ഈ പറയുന്ന ഇൻവേസീവ്സിന് എല്ലാവരും 1ഉം 2ഉം അല്ല, ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കാണാറുണ്ട്. നമ്മളിപ്പോ തന്നെ കൊച്ചിയിലോ അല്ലെങ്കിൽ ഒരു ബെയറായിട്ടുള്ള ബാരൻ ലാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഇൻവേസീവ് സ്പീഷീസ് ഒരേ സമയം ഒക്കർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും പോപ്പുലേഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി അവർ അഡാപ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ സുപ്പീരിയോറിറ്റി വരുന്നുണ്ടാവും അല്ലെ? അതെ, അതുപോലെ തന്നെ അവരുടെ നാച്ചുറൽ പ്രഡേറ്റേഴ്സ് ആരും ഇല്ലെങ്കിലും അവർ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടും. Okay, thank you so much. Okay, thank you. What methods are being used to restore areas of shola forest that have been damaged and how effective have they been so far? Okay. സെറീന NS ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പറയുന്ന ത്രെഡ്സ്, അതായത് ഷോല ഫോറസ്റ്റിന്റെ ത്രെഡ്സ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും അതിന് ഇന്നതാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷോല ഫോറസ്റ്റിന്റെ ഒരു റീസ്റ്റോറേഷൻ എന്നുള്ള രീതിയിൽ പ്രോഗ്രാംസ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഒക്കെ കൂടുന്നതിന് കാരണം എൻഡമിക് പ്ലാന്റ്സ് നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല NGOസും ഈ ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാനും നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പല രീതിയിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ ഫലം കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മലപ്പുറം ജില്ലയിൽ നമ്മുടെ റീക്യാപ്ചർ എർത്ത് എന്ന് പറഞ്ഞൊരു NGO ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അത് 1 വർഷം മുമ്പ് അവർ നടത്തിയതിന്റെ ഫലമായിട്ട് ഈ പ്രാവശ്യം വീണ്ടും നടത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല എഫക്റ്റ് കാണുന്നുണ്ട്. അപ്പം പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ആ രീതിയിൽ നമ്മുടെ ഫോറസ്റ്റ് നശിക്കുന്നുണ്ട്. അതും റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് ഒരു ഏരിയ റീസ്റ്റോർ ആയി വരണമെങ്കിൽ അവിടെ സക്സഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കണം. സക്സഷൻ അതായത് അവിടെയുള്ള ഹെർബ് തൊട്ട് ഷ്രബ് തൊട്ട് ട്രീ വരെയുള്ള നേറ്റീവ് പ്ലാന്റ്സ് അവിടെ വളർന്നു വരണം. ഒരു ഏരിയ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ആ നാച്ചുറൽ സക്സഷൻ നടക്കാനുള്ള ഒരു സാഹചര്യം അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻവേസീവ് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് മാറ്റി നാച്ചുറൽ പ്ലാന്റ്സിനെ നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ നാച്ചുറലി വരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ എഫക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഷോലയിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നിലവിൽ അറിവില്ല. എവർഗ്രീൻ ഫോറസ്റ്റിൽ അത് ചെയ്യുന്നുണ്ട്. അക്കേഷ്യ മിയാൻസി പോലുള്ള ഇൻവേസീവ് പ്ലാന്റ്സ് ഒക്കെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ എഫക്റ്റീവ് ആണ്. ചോദിക്കോ ടൈപ്പ് ചെയ്യോ ചെയ്യാം കേട്ടോ. താങ്ക് യു. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ കേട്ടോ. ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കേട്ടോ. നമ്മൾ ആ ഒരു ഷോല ഫോറസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം ആ ഒരു തിയറി മാത്രം പറഞ്ഞു പോകുന്നതിൽ വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസും കൂടെ ഡിസ്കസ് ചെയ്തത്. കാര്യം അതാണ് ഇനി പ്രാധാന്യമുള്ള കാര്യം.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ഊന്നി നിൽക്കുന്നത്. നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ. അപ്പൊ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. Can shola forest be grown in other places? ഷോല ഫോറസ്റ്റിനെ നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടായി വരുന്നത് ആ ഒരു 1500 മീറ്റർ എബോവ് കാണുന്ന ഒരു പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഉണ്ടായി വന്ന ഒരു നാച്ചുറൽ എക്കോസിസ്റ്റമാണ് ഷോല ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയറിങ് ഓക്കെ. അപ്പം ആ ഒരു പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ നാച്ചുറലി ഉണ്ടായി വന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് ഷോല. നമ്മൾ ഷോലയിൽ കാണുന്ന ട്രീസിനെ കൊണ്ടുവന്ന് മറ്റെവിടെങ്കിലും മൗണ്ടൻസിൽ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ആകുമെന്നോ ആ എക്കോസിസ്റ്റം ഇതുപോലെ തന്നെ ആകുമെന്നൊന്നും യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാര്യം അത് അവിടെ മാത്രം ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഉണ്ടായി വന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ്. മറ്റ് സ്ഥലങ്ങളിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. താങ്ക് യു വിദ്യ. ഹാൻഡ് റൈസ് ചെയ്തോട്ടോ. എന്റെ പേര് ശ്രീകാന്ത് ആണ്. ഇപ്പൊ ഈ ഇൻവേസീവ് സ്പീഷീസ് ഇതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലെവലിൽ അവർ എന്തൊക്കെയാണ് ഇത് ആക്ഷൻസ് എടുക്കുന്നത്? എന്നുവെച്ചാൽ ഇപ്പോ ഇപ്പോഴും പണ്ടത്തെ സെയിം ഓൾഡ് മെത്തേഡ്സ് ആണോ യൂസ് ചെയ്യുന്നത് ഇതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട്, പൊരിച്ചുകളി അങ്ങനെയുള്ള ഇതൊക്കെ, അതോ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടോ ഈ ഒരു മെത്തേഡിന്? മാത്രമല്ല ഇപ്പൊ പല കൺട്രീസിലും നമുക്ക് ഇൻവേസീവ് പ്ലാന്റ്സ് നമുക്ക് അവർ എൻറ്റർ ചെയ്യാനേ വിടില്ല. അപ്പൊ അവര് ചെക്ക് ചെയ്യും. ഇപ്പൊ ഷിപ്പിലൂടെ ആണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും അവര് ഭയങ്കര തറോ ചെക്കിംഗ് ആണ്. പല സീഡ്സും പ്ലാന്റ്സ് ഒന്നും ചില കൺട്രീസിലോട്ട് അവര് കടത്തി വിടാൻ സമ്മതിക്കില്ല അവര്. അതുപോലുള്ള വല്ല റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അതിന് അറിയാമോ? ഉണ്ട്. ഗവൺമെന്റ് ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പ്ലാന്റിനെ നമ്മൾ ഈ ഫ്രം വൺ നേഷൻ ടു അതർ നേഷൻ നമ്മൾ പ്ലാന്റ്സ് അതുപോലെ ലൈവ് മെറ്റീരിയൽസിനെ കൊണ്ടുവരുമ്പോഴേക്കും പ്ലാന്റ് ക്വാറന്റൈൻ മെഷേഴ്സ് ഒരുപാടുണ്ട്. അതിൽ കുറെ അധികം പ്രോട്ടോകോൾസ് ഉണ്ട്. അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇൻ പേപ്പേഴ്സ് അങ്ങനെ ഉണ്ട്. നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും അങ്ങനെ പ്ലാൻ ക്വാറന്റൈൻ മെഷേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പല പ്ലാന്റ്സ് ഇതുപോലെ കൊമേഴ്ഷ്യലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേപ്പേഴ്സിൽ പറയുന്ന പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓർണമെന്റൽ വെറൈറ്റീസ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ പോലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇൻവേസീവ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഒരു പ്ലാന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആ ഒരു ഇൻവേസീവ് പൊട്ടൻഷ്യലും കൂടി നോട്ട് ചെയ്ത് അതും കൂടെ സ്റ്റഡി ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിലവിൽ ആ രീതിയിലുള്ള ഒരു കൺട്രോൾ മെഷർ ഉണ്ടോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം. ആ രീതിയിലൊരു കൺട്രോൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതുപോലെ പല ചെടികളും വരുന്നത് ആക്സിഡന്റൽ ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പം ലണ്ടാന കമാര ആക്സിഡന്റൽ ആയിട്ട് വന്നതല്ല. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് നമ്മുടെ കൊൽക്കത്തയിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. അവിടെ ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ലണ്ടാന കമാര. അപ്പം അതുപോലെ ബൊട്ടാനിക്കൽ ഗാർഡനുകളിലൊക്കെ പല പല രാജ്യങ്ങളിലുള്ള പ്ലാന്റ്സിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവയിൽ ചിലത് ഇൻവേസീവ് പൊട്ടൻഷ്യൽ ഉള്ളത് ഇൻവേസീവ് ആയിട്ട് ആ ഗാർഡനിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഇൻവേസീവ് ആയിട്ട് മാറാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രളയം നടന്ന സമയത്താണ് ചില അക്വാറ്റിക് പ്ലാന്റ്സ് പലതും ഈ പ്രളയം നടന്നപ്പോൾ അക്വേറിയങ്ങളിൽ നിന്ന് അത് നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് പോയിട്ട് അവിടെ അത് ഇൻവേസീവ് ആയിട്ട് മാറി. അതുപോലെ തന്നെ പ്ലാന്റ്സ് മാത്രമല്ല ഫിഷസും നമ്മൾ അക്വേറിയത്തിലും പോൺസിലൊക്കെ വളർത്തിയിരുന്ന പല ഫിഷസും നാച്ചുറൽ എക്കോസിസ്റ്റത്തിലേക്ക് എത്തിയപ്പോൾ ഇൻവേസീവായി മാറി. അപ്പൊ പ്ലാൻ ക്വാറന്റൈൻ മെഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇവർ ഇങ്ങനെയൊക്കെ വളർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഇതുപോലെ ആക്സിഡന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആകാനും അവിടെ പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഒക്കെ ഇൻവേസീവ് പ്ലാന്റ്സിനെതിരായിട്ട് അവരെ നശിപ്പിക്കാനും നാച്ചുറൽ എക്കോസിസ്റ്റം റീസ്റ്റോർ ചെയ്യാനായിട്ട് പല പല പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനായിട്ട് കേരളത്തിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടക്കമുള്ള ഓർഗനൈസേഷൻസ് ചേർന്നിട്ട് അതുപോലെ ഉള്ള കുറെ പ്രോഗ്രാംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറെ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അധികം വൈകാതെ അതൊക്കെ നിലവിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത്.
ഇൻവേസീവ് പ്ലാന്റ്സിനെ അതിഥി പ്ലാന്റ്സ് എന്ന് വിളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇൻവേസീവ് എന്നുള്ള വാക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. ഇപ്പൊ അതിഥി എന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയണമല്ലോ. അങ്ങനെ ഒരു ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇൻവേസീവ് പ്ലാന്റ്സിനെ കുറിച്ച് ഒരു ബുക്ക് ഉണ്ട്, ഗസ്റ്റ് ഹു നെവർ ലെഫ്റ്റ് എന്ന്. വിരുന്നുകാരായിട്ട് വന്നിട്ട് നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്ന പോലെ വിരുന്നുകാരായി വന്നിട്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അധിനിവേശം എന്ന് തന്നെ നമ്മൾ പറയുന്നത്. Can you provide examples of species that have gone extinct in Shola forest due to invasive species? എക്സ്റ്റിന്റ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻവേസീവ് ഏലിയൻ പ്ലാന്റ്സ് കൊണ്ട് എക്സ്റ്റിന്റ് ആയി പോകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോ പറയുന്നത്. എക്സ്റ്റിന്റ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് ഗ്രാസ് ലാൻഡ് പ്ലാന്റ്സ് എടുത്തിട്ട് അതിന്റെ IUCN സ്റ്റാറ്റസ്, മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസും പോപ്പുലേഷൻ സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കി കറക്റ്റ് ആയിട്ട് അസസ് ചെയ്താലേ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇക്കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പലതും എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇൻവേസീവ് പ്ലാന്റ്സിനെ കുറിച്ച്, ഇൻവേസീവ് സ്പീഷീസിനെ കുറിച്ച് ഒരു ടോക്കും കൂടെ കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരവസരത്തിൽ അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇമെയിൽ ID നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാം. snavya@gmail.com ആണ്. മെയിൽ ചെയ്താൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇത്തരത്തിലൊരു ഷോല ഫോറസ്റ്റ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ഷോല ഫോറസ്റ്റിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന റീവൈൽഡ് മെമ്പേഴ്സിനും മനോജേട്ടനും എല്ലാവർക്കും നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. ആർക്കെങ്കിലും ഇപ്പോ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവാം. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആകാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടല്ലോ, ചോദിച്ചോളൂ കേട്ടോ. ചോദിക്കട്ടെ? ചോദിച്ചോളൂ ഗംഗ. ഈ ക്ലൈമറ്റ് കൊണ്ടാണോ ചെടികൾ വളരുന്നത്, അതോ ചെടികളുടെ ഒരു അല്ലെങ്കിൽ മരങ്ങളുടെ ഒരു എഫക്റ്റ് കൊണ്ടാണോ അവിടുത്തെ ക്ലൈമറ്റ് രൂപപ്പെടുന്നത്? ഇപ്പൊ ഇൻവേസീവ് പ്ലാന്റ്സ് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഇൻവേസീവ് പ്ലാന്റ്സിന് ഈ ക്ലൈമറ്റ് എഫക്റ്റ് ആവുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇതിങ്ങനെ വളരുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടുത്തെ ആ ക്ലൈമറ്റിന് നല്ലൊരു ചേഞ്ച് വരുമോ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് കൊണ്ട്? പറയാം. അപ്പം ഇത് ക്ലൈമറ്റ് കൊണ്ടാണോ ഒരു എക്കോസിസ്റ്റം ഇങ്ങനെ ആകുന്നത്, അതോ അവിടുത്തെ പ്ലാന്റ്സ് കാരണമാണ് ക്ലൈമറ്റ് ഇങ്ങനെ ആവുന്നതാണ് ചോദിച്ചത്. ഒരു ഫോറസ്റ്റ് രൂപപ്പെടുന്നതിന് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന റെയിൻഫോള്, അതുപോലെ അവിടെ റിസീവ് ചെയ്യുന്ന സൺലൈറ്റ്, പിന്നെ അവിടുത്തെ സ്ലോപ്പ്, ഈ ക്ലൈമറ്റ് മാത്രമല്ല മറ്റ് കണ്ടീഷൻസ്, അവിടുത്തെ സ്ലോപ്പ്, അവിടുത്തെ വിൻഡ്, അവിടുത്തെ ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഏരിയയിൽ ഏത് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഷോല ഫോറസ്റ്റിൽ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണെന്ന് പറഞ്ഞത് അവിടുത്തെ സൺലൈറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ റെയിൻഫോൾ ആയിക്കോട്ടെ, ഇതൊന്നും അവിടുത്തെ ട്രീസ് അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ആ ജിയോഗ്രഫിക്കൽ ഏരിയയിലെ കുറെ പെക്യൂലിയാരിറ്റീസ് ആണ്. ആ ഒരു പെക്യൂലിയാരിറ്റീസിലൂടെയാണ് ഈ പറയുന്ന ഫോറസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നത്. എന്നാൽ ഒരു ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ
ആ ഫോറസ്റ്റിനകത്ത് ഈ പറയുന്ന ചെടികൾ കാരണം ഒരു മൈക്രോ ക്ലൈമറ്റ് രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ ചോലകൾ നമ്മൾ മദർ ഓഫ് റിവർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഷോല ഫോറസ്റ്റ് പാച്ചുകൾ ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അവര് റെയിൻഫോളിലൂടെ വരുന്ന വെള്ളം, അതുപോലെ ഹ്യൂമിഡിറ്റി കണ്ടൻസ് ചെയ്ത് വരുന്ന വെള്ളം, ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് റിലീസ് ചെയ്യുമ്പോഴാണ് ഈ സ്ട്രീംലെറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഫോറസ്റ്റും അവിടെ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് രൂപപ്പെടാൻ, ഒരു മൈക്രോ ക്ലൈമറ്റ് രൂപപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ജനറലി അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഏരിയയും ആ പെക്യൂലിയാരിറ്റീസ് കൊണ്ട് അവിടെ ഒരു ക്ലൈമറ്റും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഒരു ഫോറസ്റ്റിലെ ക്ലൈമറ്റ്. ഇനി ഇൻവേസീവ് ഏരിയൻ പ്ലാന്റ്സ് എന്തുകൊണ്ട് ഇത് ബാധിക്കുന്നില്ല? ഇൻവേസീവ് പ്ലാന്റ്സിന് ഇപ്പം മെക്സിക്കോയിൽ നിന്നൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലുള്ള ഈ ഒരു ട്രോപ്പിക്കൽ ഏരിയ തന്നെയാണല്ലോ. അപ്പൊ ഇന്ത്യയിലുള്ള ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അവർക്ക് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ ഈ ഗ്രാസ് ലാൻഡിൽ കാണുന്ന ലൻഡാനയോ ടെറീഡിയം അക്യുരിനോ പോലുള്ള പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഈ പറയുന്ന എവർഗ്രീൻ ഫോറസ്റ്റും ഗ്രാസ് ലാൻഡും ഒക്കെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ നാച്ചുറൽ എനിമീസും നാച്ചുറൽ പ്രൊഡേറ്റേഴ്സും അവിടെ ഇല്ലതാണ്. അപ്പോൾ അവർ അൺകൺട്രോൾഡ് ആയിട്ട് അവിടെ വളരെയാണ്. പിന്നെ ഈ എൻഡമിക് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നാരോ ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ആണുള്ളത്. അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കും. അതേസമയം ഈ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് അവരുടെ ടോളറൻസ് വർദ്ധിച്ചു. അപ്പൊ അവർക്ക് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ആ ഒരു സ്പെക്ട്രം, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്ട്രം വളരെ വലുതാണ്. അവരുടെ നാച്ചുറൽ എനിമീസ് ഒന്നും അവിടെ ഇല്ലതാനും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവർക്ക് എവിടെയും സർവൈവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവര് സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് കാര്യം. അതേസമയം എൻഡമിക് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സെൻസിറ്റീവ് ആണ്. അവർക്ക് ഒരു ചെറിയൊരു ക്ലൈമാറ്റിക് ഏരിയയിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇവര് നേരെ തിരിച്ചാണ്, ഇവര് ജനറലിസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. കമന്റ് ബോക്സിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു കാര്യം അറിയാൻ വേണ്ടിയായിരുന്നേ. അതായത് ഇതുപോലെ നമുക്ക് ഇപ്പൊ നമ്മള് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ട് നമുക്കൊരു പഠനയാത്ര പോകാൻ പറ്റിയ ഇടങ്ങളെ കുറിച്ചൊന്ന് പറയാം. പഠനയാത്ര നമ്മളിപ്പോ പോയിട്ടുള്ള ഏരിയ ഒക്കെ തന്നെ കോർ ഫോറസ്റ്റ് ആണ്. അവിടെ വിദ്യാർത്ഥികളുമായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ പോയിട്ടുള്ള ഫീൽഡുകളില് അഗസ്ത്യമല കുറച്ചും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവില്. കാര്യം അവിടെ ടൂറിസം തന്നെ ഉണ്ട്. വയനാട്ടിലേക്കൊക്കെ ഇനി എന്തായാലും കുറച്ച് കാലത്തേക്ക് ഒരു പഠനയാത്ര ഒന്നും അവിടെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കുറെ അധികം റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ മഴക്കാലത്ത് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകരുത്. ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, മലവെള്ളപ്പാച്ചിൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മൊത്തത്തില് ഒരു ട്രെക്കിങ്ങും ഫീൽഡ് വിസിറ്റ് ഒക്കെ മൊത്തത്തിൽ തന്നെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഗസ്ത്യമലയിലേക്ക് കുറച്ചും കൂടെ ആക്സസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. മൂന്നാറിലെ പാമ്പാടിൻചോല, അതിനെ കുറിച്ച് അവിടെ പോകാൻ പറ്റില്ലേ? അവിടെ ഇത്തരത്തിലുള്ളൊരു സംഗതിയല്ല. ഇടുക്കി ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇടുക്കിയിലാണ് ഏറ്റവും നല്ല ഷോലകളുള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ഇടുക്കി പ്ലാൻ ചെയ്തപ്പോഴേക്കും മഴ തുടങ്ങി. അപ്പൊ എനിക്ക് ഇടുക്കിയിലുള്ള ഷോലകളെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല. അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല. ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും. ടൂറിസം ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്റ്റഡി പർപ്പസിനും സമ്മതിക്കേണ്ടതാണ്.
ഞാൻ കാണിച്ച മെയിൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ നീലഗിരിയാണ്. അതെല്ലാം ഫോറസ്റ്റ് ആണ്. അവിടെ പെർമിഷൻ ഇല്ലാതെ അനുവദിക്കില്ല. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. ആരും ഹെസിറ്റേറ്റ് ചെയ്യണ്ട കേട്ടോ, ഞാൻ സ്റ്റുഡന്റ് ആണ്. ചോദ്യങ്ങള് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു സാറേ. മാത്രമല്ല ഇത്തരത്തില് മാസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുണ്ടെങ്കിൽ, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇത്തരത്തിലൊരു വെബിനാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതൊരു കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും അത് വളരെ ഗുണകരമാവുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവർക്ക് ആ സബ്ജക്റ്റിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. അത് കേൾക്കാനും സ്റ്റുഡൻസിന് താല്പര്യം ഉണ്ടാവും. മറ്റൊന്ന് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അനൂപ് സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. പറവൂര് SNV സ്കൂളിലെ അധ്യാപകനാണ് അനൂപ് മാഷ്. ധാരാളം യാത്രകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫോറസ്ട്രി ക്ലബിന്റെ ഉത്തരവാദിത്വം അനൂപ് മാഷിനാണ്. ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ SNV സ്കൂളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന നമുക്ക് 8:07 അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് തുടർ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നവ്യ തന്നെ തുടർ ക്ലാസ്സുകൾ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നവ്യക്ക് നന്ദി പറയുന്നു. പിന്നെ ഇതിന് സാങ്കേതിക സഹായം ചെയ്തു തന്നത് നമ്മുടെ അടുത്ത സുഹൃത്ത് മനോജ് കരിങ്ങാമടത്തിലാണ്. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള സെഷൻസ് നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഇക്കോസിസ്റ്റത്തെ അറിയാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും. അതോടൊപ്പം ഇതിന്റെ കൺസർവേഷൻ, റെസ്റ്റോറേഷൻ ഇതെല്ലാം അടുത്ത സെഷനുകളിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നവിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനാണെങ്കിലും പറയാം. കൂട്ടിച്ചേർക്കാൻ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇപ്പൊ ഇനിയും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ എനിക്കും കൂടി പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഇന്ററാക്റ്റീവ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു. വളരെ നല്ല കാര്യം, താങ്ക്സ്. നിങ്ങളുടെ ക്വയറീസ് ഒക്കെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കൂടുതൽ നിങ്ങൾ ചോദിച്ച വിഷയങ്ങളെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കാനുള്ള പോയിന്റ്സും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനും താങ്ക്സ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.